ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ടേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കയറുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പം നമ്മുടെ മഴ തോരും മുൻപേ പരമ്പരയുടെ നാളത്തെക്കുറിച്ച് നല്ല വിശേഷങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കിയാലോ. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ അലീനയുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കുറച്ച് സന്തോഷ നിമിഷങ്ങളൊക്കെ വരാൻ പോവാണ്. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ സ്റ്റാൻലിയുടെ അപ്പച്ചനായ ഔദക്കുട്ടിച്ചായൻ നമ്മുടെ അലീനയെ കാണാനായിട്ട് വരെയാണ്. രണ്ടും കൽപ്പിച്ചാണ് ആ വരക്കം. അപ്പോൾ അതിനോടനുബന്ധിച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കൂടുതലും വരാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഔദക്കുട്ടിച്ചായൻ നമ്മുടെ സ്റ്റാൻലിയെ വിളിക്കേണ്ടത്. നമ്മുടെ ബൈജു പറഞ്ഞു കൊടുത്തതനുസരിച്ചിട്ടാണ് പിന്നെ ഔദക്കുട്ടിച്ചായൻ ഇവിടെ ഇങ്ങനെ ആ പെങ്കൊച്ചിനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. കാരണം എന്ന് വെച്ചാൽ ഈ ബൈജുവിനും പൗലോസിനും ആൻ്റപ്പനൊക്കെ നമ്മുടെ അലീന അത്ര അങ്ങോട്ടൊരു വലിയ രസത്തിലല്ല. കാരണം വേറൊന്നുമല്ല, അവരെ ഉടായ്പകളൊന്നും അവിടെ പറ്റുന്നില്ല. കാരണം മുറ്റടിക്കാനും വരുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ആ ഒരു ചേച്ചിക്കും ഒക്കെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ പോണു. കാര്യം ഇതൊക്കെ കൊടുക്കുന്ന ഒരു ദാനം നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിനൊക്കെ ഒരു കണക്കും കാര്യങ്ങളും വേണം. ഒപ്പം തൻ്റെ പപ്പ അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ളതൊരു ചോദിച്ചത് കൊണ്ട് എവർക്ക് മൂന്നൂർക്ക് അത് അത്ര ഒരു ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ അലീനെ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ചാടിക്കണം എന്നുള്ള ആലോചനയിലാണ് ഇവർ വിളിച്ച് ഔദക്കുട്ടിച്ചായൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ നമ്മുടെ ഔദക്കുട്ടിച്ചായൻ ഫോണിൽ കൂടെ സ്റ്റാൻലിയുടെ അടുത്ത് പറയണം, എടാ നീ എന്ത് ഭാവിച്ചാടാ ഈ ഒരു തീരുമാനം എടുത്തത്? നീ മുന്നും പിന്നും ആലോചിക്കാണ്ട് ഒരു കാര്യം ചെയ്യരുത് സ്റ്റാൻലി, ഔദക്കുട്ടിച്ചായൻ പറയണം. അപ്പോഴേക്കും സ്റ്റാൻലി പറഞ്ഞു, അപ്പച്ചൻ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞിരുന്നാലും 10-22 വർഷത്തോളം ഒരു അനാഥയെ പോലെ ഒരു ഓർഫണേജ് വളർന്ന എൻ്റെ മോൾക്ക് ഇനിയെങ്കിലും ആരെങ്കിലും വേണ്ടേ അച്ഛാ? എൻ്റെ ചോരയല്ലേ അച്ഛാ, എനിക്കെങ്ങനെ അവളെ കളയാൻ പറ്റൂ എന്ന് സ്റ്റാൻലി ചോദിക്കണം. ചോര ആ പാലക്കാരൻ വന്ന് നിന്നെ പറ്റിച്ചിട്ട് പോയിക്കിനാ, നീ അത് വിശ്വസിക്കാനും? എടാ വല്ല ചില്ലറ 1-2 ലക്ഷം കൊടുത്ത് ഒഴിവാക്കാൻ നോക്കടാ അങ്ങോട്ട് എന്ന് നമ്മുടെ ഔദക്കുട്ടിച്ചായൻ സ്റ്റാൻലിയോട് പറയണേ. പക്ഷേ സ്റ്റാൻലിയുടെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. എടാ നിൻ്റെ ഭാര്യയോ മക്കളൊക്കെ ഇതറിഞ്ഞാൽ അവരിത് എതിർക്കില്ലേ? നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിൻ്റെ കൂടപ്പിറപ്പുകൾ അതൊക്കെ നീ ആലോചിച്ചോ? നാട്ടുകാരുടെ അടുത്ത് എന്ത് പറയും? നീ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടോടാ സ്റ്റാൻലി എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ ലാലിച്ച എന്നാണ് വിളിക്കുന്നത് കൂടുതൽ. ഞാൻ പിന്നെ പറയുമ്പോൾ സ്റ്റാൻലി എന്നാണ് പറയണത്. കാരണം സ്റ്റാൻലിയുടെ പേര് ലാലിച്ചൻ എന്നാണല്ലോ. അപ്പോൾ ലാലിച്ചൻ മറുപടി പറയുന്നുണ്ട്, അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ തീരുമാനത്തിന് യാതൊരു മാറ്റവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി സംസാരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഫോൺ വെക്കുകയാണ്. അത് കഴിഞ്ഞ് സ്റ്റാൻലി പുറത്തോട്ട് നോക്കിയപ്പോൾ നമ്മുടെ അലീന പുറത്തിങ്ങനെ നടക്കണം. അപ്പോൾ ആരെയും ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി അടുത്തോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ചെല്ലുമ്പോൾ അലീന നല്ല സന്തോഷമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത് കേട്ടോ. കാരണം മനസ്സിലായി സ്റ്റാൻലിക്ക് അത് മിക്കവാറും ബാലചന്ദ്രനെ ആവാനാണ് സാധ്യത. കാരണം അച്ഛ എന്ന് പറഞ്ഞാണ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ അലീന ബാലചന്ദ്രനെ കോൾ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്, അച്ഛാ കറക്റ്റ് ടൈമിന് തന്നെ ആഹാരമൊക്കെ കഴിക്കണം, മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം. അറിയാലോ അച്ഛൻ എടുത്തു ചാടി പണ്ടത്തെ കണക്കുള്ള ഒരു ദേഷ്യവും ഇതൊന്നും ഇനി കാണിക്കണ്ട. അമ്മ അഥവാ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അച്ഛൻ അത് കേട്ടില്ല എന്നങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, പിന്നെ എനിക്കതിനൊന്നും പറ്റില്ല. എൻ്റെ കൂടെ എങ്ങനെ അവൾ ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ അലീന ഞാൻ തിരിച്ച് നല്ല മറുപടി കൊടുക്കും. ഞാനേ ഒരു മനുഷ്യനാ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പൊന്നച്ഛനല്ലേ, ഞാൻ പറഞ്ഞ അച്ഛൻ കേൾക്കില്ലേ എന്ന് അലീന ചോദിക്കുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അതെ ഞാൻ മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും പറയണമെങ്കിൽ ബബിതയും കൃഷ്ണയും നല്ല എടുത്തടിച്ച് എനിക്ക് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. ബൈജയ്ക്ക് ഒരു പിടുത്തം കിട്ടാനില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് പണ്ടത്തെ ഒരു ജീവിത രീതികളൊന്നും അല്ല, കുട്ടികളൊക്കെ ആകെ മാറി മോളെ. അപ്പം അതൊക്കെ കണ്ടിങ്ങനെ ഒരു അതിശയത്തോടെയാണ് ബൈജ നിൽക്കണത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ അടുത്ത് ചൊറിയാൻ വന്നാൽ ഞാൻ എന്തായാലും തിരിച്ചടി കൊടുത്തിരിക്കും. അതിലൊരു മാറ്റമില്ല. അച്ഛാ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അച്ഛൻ ആ ഒരു രീതിയിൽ ഓരോ കാര്യങ്ങൾ എടുക്കണം. രോഹിത്തിൻ്റെയും ബബിതയുടെയും കൃഷ്ണമോളുടെയും ഭാവി ഓർത്തെങ്കിലും അച്ഛൻ ഇനി അങ്ങനെ പണ്ടത്തെ കണക്കുള്ള എടുത്തുചാട്ടം ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അലീന പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് നമ്മുടെ ബാലചന്ദ്രനെ. അപ്പം നമ്മുടെ സ്റ്റാൻലി ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒരു കോളിൽ തന്നെ എത്ര പ്രാവശ്യം അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലിയുടെ മനസ്സിലൊരു ഇത് വരുന്നുണ്ട്, അവൾ ഇവിടെ വന്നേ പിന്നെ പപ്പ എന്ന് ആകെ 1-2 പ്രാവശ്യം ആകെ വിളിച്ചിട്ടുള്ളൂ. അവളുടെ വായിന്ന് എനിക്ക് പപ്പ എന്നുള്ളൊരു വിളി കേൾക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കൊതിയാവുന്നുണ്ട്. ഇങ്ങനെയൊക്കെ മനസ്സിൽ ഓർക്കണം കേട്ടോ. അങ്ങനെ ഫോൺ വെച്ചിട്ട് അലീന തിരിഞ്ഞു നോക്കുമ്പോൾ സ്റ്റാൻലി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി ചോദിച്ചു, ആരെയാണ് ഫോൺ ചെയ്തേ? അത് നെടുമ്പുരയ്ക്കൽ വീട്ടിലെ അച്ഛനെ വിളിച്ചതാണെന്ന്
എന്ന് അലീന പറയണേ. അത് ഞാൻ കേട്ടായിരുന്നു, അച്ഛാന്ന് ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി മിക്കവാറും ബാലചന്ദ്രനായിരിക്കും കോളിലെന്ന്. അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് സന്തോഷമായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു, അതെ നീ എന്നെ അധികം പപ്പാന്ന് അങ്ങനെ വിളിക്കാറില്ലല്ലോ മോളെ, അതെന്താണെന്ന് ചോദിച്ചു. ഞാൻ വിളിക്കാറൊക്കെ ഉണ്ട്, പിന്നെ വിളിക്കാനുള്ള സാഹചര്യങ്ങൾ ഒത്തു വന്നിട്ടില്ലല്ലോ പപ്പയെന്ന് പറഞ്ഞു. അതെ അത് മാത്രമല്ല, പിന്നെ ഞാൻ ഇനിയിപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി പപ്പയെ അങ്ങനെ വിളിക്കുമ്പോൾ ചിലപ്പോൾ മറ്റ് പലർക്കും അതൊരു നീരസമായി തോന്നിയാലോ. ഏതാ മറ്റു പലരും, അല്ല പപ്പയുടെ റിലേറ്റീവിനോ അങ്ങനെയൊക്കെ മക്കൾക്കോ അങ്ങനെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടക്കുറവ് വരില്ലേ, അതുകൊണ്ട് ഞാൻ അതനുസരിച്ച് ഒന്ന് ഇതാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെ നീ ആരാണെന്ന് നിനക്കറിയാമോ, നീ എൻ്റെ മകളാണ്. ഇത്രയും നാൾ നീ ഒരു ഓർഫണായിട്ട് വളർന്നു എന്നുള്ളതൊക്കെ ശരി തന്നെ, പക്ഷേ ഇനി മുതൽ നീ ഈ കുടുംബത്ത് എൻ്റെ മകളായിട്ട് തന്നെ നീ ഇവിടെ നിൽക്കണം, എൻ്റെ മകളായിട്ട് തന്നെ നീ ജീവിക്കുകയും വേണം, അതിൻ്റേതായ പ്രൗഢിയും അന്തസ്സും ഒക്കെ നിനക്ക് വേണം എന്നൊക്കെ പറയണേ. എന്നിട്ട് പറഞ്ഞു, നീ ഇവിടെ നമ്മുടെ ജോലിക്കാരെയൊക്കെ നീ കാണാറില്ല, അവരുടെ അടുത്തൊക്കെ ആണെങ്കിലും നീ സംസാരിക്കുമ്പോൾ നീ സ്റ്റാൻലിയുടെ മകളാണ്, പപ്പയുടെ മകളാണ് എന്ന രീതിയിൽ തന്നെ ആ ഒരു ഗാംഭീര്യത്തോടെ തന്നെ സംസാരിക്കണം. അപ്പോൾ അലീന പറഞ്ഞു, അത് വേണോ പപ്പ എന്നിങ്ങനെ ചോദിക്കണം. പിന്നെ അത് വേണ്ടേ, അതെ ഇവിടെയുള്ളവരെ നീ പൗലോസിനെ ആൻ്റപ്പനെയൊക്കെ ബൈജു അവരെയൊക്കെ നീ പേരെടുത്ത് വിളിച്ചാൽ മതി. അയ്യോ അത് പറ്റില്ല കേട്ടോ പപ്പ, കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്രിജിതാമ്മ പറഞ്ഞിട്ടുണ്ട്, വയസ്സിന് മുതിർന്നവരെയൊക്കെ പ്രായത്തിന് മൂത്തവരല്ലേ അവരൊക്കെ നമ്മൾ പേരെടുത്തൊന്നും അങ്ങനെ വിളിക്കാൻ പാടില്ല, അവരെ ചേട്ടാന്നോ മറ്റൊക്കെ വിളിച്ചാൽ മതി. ചേട്ടാന്നോ? അപ്പോൾ പറഞ്ഞു, അതെ പപ്പ അങ്ങനെ ഞാൻ വിളിച്ച് ശീലിച്ചിട്ടുള്ളൂ, എൻ്റെ ഒരു ശീലം അങ്ങനെയാണ് പപ്പ, മുതിർന്നവരെ അങ്ങനെ അല്ലാണ്ട് നമ്മളെ പേരെടുത്ത് എങ്ങനെയാണ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടോ. എന്നിട്ട് അലീന സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, അതെ പപ്പേനെ ഞാൻ കൂടുതൽ സ്വാതന്ത്ര്യത്തോടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പം പപ്പയുടെ ഫാമിലിയിൽ പപ്പയുടെ വൈഫിനും അതുപോലെ മക്കൾക്കൊക്കെ ചിലപ്പോൾ എന്നോട് ഒരു ഇഷ്ടക്കുറവ് തോന്നും. ഇങ്ങേറ്റം പപ്പയുടെ അപ്പച്ചന് പോലും എന്നോട് ചിലപ്പോൾ ഒരു ഇഷ്ടക്കുറവൊക്കെ തോന്നിക്കൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. ആർക്കെന്ത് തോന്നിയിരുന്നാലും നീ സ്റ്റാൻലിയുടെ മകളാണ്, അതിനൊരു മാറ്റവും ഇല്ല. ഇനി ആരൊക്കെ എന്തൊക്കെ ചെയ്തോട്ടെ, അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോഴേക്കും അലീന പറഞ്ഞു, എന്നാലും പപ്പ ഓരോ കാര്യങ്ങളെന്നാൽ ഞാനായിട്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് വരുത്തുന്നതിനോട് എനിക്കത്ര താല്പര്യമില്ല. ആർക്കെന്ത് ബുദ്ധിമുട്ട്, നീ എൻ്റെ മകളാണ്, എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി തന്നെ നീ ജീവിക്കണം ഇനി മുതൽ ഈ പപ്പയുടെ മോളായിട്ട് എന്നൊക്കെ ഇങ്ങനെ സ്റ്റാൻലി പറയണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയാണ് കേട്ടോ. നമ്മുടെ ശിവശങ്കരൻ വൈജയന്തി പോയതിന് ശേഷം പിന്നെ അങ്ങനെ കോളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വൈജയെ വിളിക്കണം. അപ്പം വൈജ കണ്ടില്ലേ വിളിക്കണു, ഇത്രയും ദിവസമായി ഒരേ ഒരു പെങ്ങളാണ്, ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നുമില്ല വിളിച്ചേക്കണു എന്ന് പറഞ്ഞിട്ട് കോൾ അങ്ങോട്ട് എടുക്കണം. എന്നിട്ട് ശിവശങ്കരൻ ചോദിച്ചു, വൈജയെ ഞാനാ, എന്താ എങ്ങനെയുണ്ട് അവിടെ പോയിട്ടെന്നൊക്കെ ചോദിക്കണം. എൻ്റെ വിശേഷം തിരക്കി വിളിച്ചതാണോ, ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്തെങ്കിലും എൻ്റെ കൂടപ്പിറപ്പുകളാ ഒന്ന് വിളിച്ച് ചോദിക്കുക കൂടിയില്ല, എന്തൊരു മനുഷ്യരാ, ഇത്രയ്ക്ക് ഒരേ ഒരു പെങ്ങളാ, നിങ്ങൾക്കൊക്കെ ഇത്ര സ്നേഹമുള്ളൂ. എനിക്കറിയാം എൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും ആർക്കും ഒരു ഉത്തരവാദിത്വം ഒരു കരുതലും ഒന്നുമില്ല, ഞാനൊരു അനാഥയെ പോലെയല്ലേ, ആർക്കും വേണ്ടാണ്ട് ഒറ്റപ്പെട്ട് സ്വന്തം മക്കൾക്കോ ഭർത്താവിനും പോലും വേണ്ട. അതെ നീ അവിടെ ചെന്നിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ വൈജ്, ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് ശിവേട്ടൻ പറയണത്. ഇവിടെ മക്കളാണെങ്കിലും അലീന ചേച്ചി പോയതിൻ്റെ ഒരു എവിടെയോ കിടന്ന പിഴച്ചുണ്ടായവളാ വേലക്കാരി, അലീന ചേച്ചി പോയതിൻ്റെ ദേഷ്യം മുഴുവൻ എൻ്റെ അടുത്താണ് തീർക്കണത്. അതേ ബാലചന്ദ്രൻ വന്നിട്ട് നീ അവനോട് തട്ടിക്കയറാനൊന്നും നിൽക്കണ്ട, പിന്നെ തട്ടിക്കയറാൻ നിൽക്കണു, പക്ഷെ ഞാനൊരു തട്ടിക്കയറ്റം ഉണ്ട്, എനിക്കറിയണം ഈ വേലക്കാരിയായിട്ടുള്ള ഇവക്ക് ഈ 10-15 ലക്ഷം രൂപയുടെ സ്വർണവും അതുപോലെ തന്നെ 10-25,000 രൂപയുടെ ഡ്രസ്സും ഒക്കെ എടുത്തു കൊടുക്കാൻ ഇവൾ ആരാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, എടി വൈജെ അത് നിൻ്റെ പൈസയോ നിൻ്റെ അക്കൗണ്ടിൽ നിന്നോ മറ്റും എടുത്തിട്ടാണോ ബാലചന്ദ്രൻ അത് ചെയ്യണത്, അത് ബാലചന്ദ്രൻ്റെ പൈസയല്ലേ, അതിന് നിനക്ക് എന്താണ്, അതെ എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട പൈസ, എവിടെയോ കിടന്ന് പിഴച്ചുണ്ടായവളല്ല അത് അനുഭവിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വൈജയത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ആകെ മൊത്തത്തിലൊരു മാറ്റമാണ്, അത് രാവിലെ എണീക്കണു, പാചകം ചെയ്യണു, മക്കളൊക്കെ രോഹിത്ത്
പോലും ഭയങ്കരമായിട്ട് മാറിപ്പോയി. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, എടി അത് നല്ല കാര്യമല്ലേ വൈജെ, നിൻ്റെ മക്കളെ നേർവഴിയായിട്ട് നല്ല രീതിയിലാക്കിയെടുത്തത് അലീനയാണ്, നീ അവളോട് നന്ദി കാണിക്കുകയല്ലേ വേണ്ടത്. പിന്നെ നന്ദി, എൻ്റെ മക്കളെ വളർത്താനും നല്ല രീതിയിൽ നയിക്കാനൊക്കെ അവൻ്റെ അച്ഛനും അമ്മയുണ്ട്, അവരുടെ അച്ഛനും അമ്മയുണ്ട്. അല്ലാണ്ട് എവിടെയോ കിടക്കണം അവൾ വന്ന് എൻ്റെ മക്കളെ വളർത്താനും വഴിപഴപ്പിക്കാനൊന്നും നിൽക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യം കാണിക്കുക. നിന്നോട് പറയാൻ ഞാൻ ആളല്ല വൈജയ്, നിന്നോട് പറഞ്ഞ് ജയിക്കാനും എനിക്ക് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ വൈജയന്തിയുടെ അടുത്ത് ശിവശങ്കരൻ പറയണം. കാരണം വൈജയന്തി സമ്മതിച്ചു തരില്ല. അത് പിന്നെ പണ്ടേ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വൈജയന്തി പിടിക്കണ മുയലിന് 3 കൊമ്പ്, അതിനൊരു മാറ്റവും ഇല്ല, അതങ്ങനെ തന്നെ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ ഔതക്കുട്ടിച്ചായൻ കുളത്തൂപ്പുഴയ്ക്കോട്ട് ഇങ്ങോട്ട് എത്തുകയാണ്, ലാൻഡ് ചെയ്യണം. നമ്മുടെ അലീനയെ ഇന്ന് തന്നെ പാക്ക് ചെയ്ത് പാലായ്ക്ക് അയക്കണം. ആ ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഔതക്കുട്ടിച്ചായൻ വന്നത്. അപ്പോൾ വന്നിറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ബൈജുവിന്, കാര്യം ഞാൻ ഇന്നലെ ഈ ഒരു പ്രൊമോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു സീൻ പ്രൊമോയിൽ, പക്ഷേ എങ്കിലും അത് വന്നിട്ടില്ല, മിക്കവാറും നാളെ എത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഔതക്കുട്ടിച്ചായൻ വീട്ടിലെത്തുന്നുണ്ട്. വീട്ടിലെത്തി കഴിഞ്ഞ് ഔതക്കുട്ടിച്ചായൻ നമ്മുടെ ബൈജുവിനും പൗലോസിനും ആൻ്റപ്പനൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം എത്തിക്കഴിഞ്ഞല്ലോ, ഇനി അവളുടെ കാര്യം തീർന്നു, ഇന്ന് തന്നെ ഇവളെ പൊക്കും എന്നൊക്കെ വിചാരിച്ച് സന്തോഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഔതക്കുട്ടിച്ചായൻ വന്ന വിവരം നമ്മുടെ സ്റ്റാൻലി അറിയാണ്. അങ്ങനെ സ്റ്റാൻലിയുടെ അടുത്തോട്ട് ഔതക്കുട്ടിച്ചായൻ ചെന്നപ്പോൾ, ലാലിച്ച, നിൻ്റെ തീരുമാനം എന്തായാലും ശരിയായതല്ല. കാര്യം ഞാൻ പറയാം, ഇത് നിനക്ക് ഭാവിയിൽ ഒരുപാട് ദോഷം ചെയ്യും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പച്ചാ, ഞാനൊരു കാര്യം തീരുമാനിച്ചെങ്കിൽ അത് അതിൻ്റേതായ ശരി ഉണ്ടാവും. അപ്പച്ചൻ അതൊന്ന് ഓർക്കണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്നു, അവൾ എൻ്റെ ചോരയാണ്, അത് അപ്പച്ചൻ മനസ്സിലാക്കണം. എന്ത് തന്നെയാണെങ്കിലും എടാ, പിന്നെ വരുന്ന ഭവിഷ്യത്ത് ലാലിച്ചാൽ നീ അനുഭവിക്കുമോ, നീ ഒറ്റയ്ക്ക് തന്നെ നേരിടേണ്ടി വരില്ലേ എന്നൊക്കെ ഇങ്ങനെ ഔതക്കുട്ടിച്ചായൻ പറയണ്. എന്നിട്ട് അവൾ എന്തിയെന്ന് ചോദിക്കുന്നു. അവളിവിടെ ഉണ്ട് അപ്പച്ചാന്ന് പറഞ്ഞു. അതെ, അവളെ ഞാൻ ഒന്ന് കണ്ടിട്ട് ഞാൻ പറയാം തീരുമാനങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ സ്റ്റാൻലിക്ക് അറിയാം. കാരണം എന്ന് വെച്ചാൽ അപ്പച്ചൻ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു പിന്നെയുള്ള ഒരു സീനും കാര്യങ്ങൾ എന്താണെന്ന് സ്റ്റാൻലിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കാരണം വെച്ചാൽ ആദ്യമായിട്ട് സ്റ്റാൻലി കണ്ടപ്പോൾ ഉണ്ടായ അതേ ആ ഒരു ഫീലിങ്സ് എന്തായാലും അപ്പച്ചനുണ്ടാവും. എന്നിട്ട് ഔതക്കുട്ടിച്ചായൻ പറയുന്നുണ്ട്, എടാ, ഒരു DNA ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ട, എവിടെ കിടക്കുന്ന ഒരു പാലക്കാരൻ വന്ന് പറഞ്ഞപ്പോൾ നീ അങ്ങ് വിശ്വസിച്ചു ആ പെണ്ണ് നിൻ്റെ മോളാണെന്ന്. എടാ, നാണം ഉണ്ടോടാ, നിനക്ക് ബുദ്ധിയുണ്ടോ, നിൻ്റെ തലയിൽ ആൾതാമസം ഇല്ലേ എന്നൊക്കെയാണ് നമ്മുടെ ഔതക്കുട്ടിച്ചായൻ ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ ഔതക്കുട്ടിച്ചായൻ വന്നു, അലീനെ വിളിക്കുകയാണ്. അങ്ങനെ അലീന അതനുസരിച്ചിട്ട് റൂമിലോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ഔതക്കുട്ടിച്ചായൻ വരട്ടെ, അവൾ കാണട്ടെ ഞാൻ എന്നും പറഞ്ഞ് ഔതക്കുട്ടിച്ചായൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കണ്ണടയൊക്കെ നേരെ വെച്ചിട്ട് കാണാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അലീന വരുന്നത് കേട്ടോ. സ്റ്റാൻലിയും നമ്മുടെ ഔതക്കുട്ടിച്ചായനും തിരിഞ്ഞു നോക്കുകയാണ് ആ ഡോറിൻ്റെ അവിടെ. സ്റ്റാൻലി പിന്നെ കുഴപ്പമില്ല, ഔതക്കുട്ടിച്ചായൻ അലീനയെ കണ്ടങ്ങ് ഷോക്കായി പോവുകയാണ്. അപ്പം സ്റ്റാൻലി പറഞ്ഞു, അപ്പച്ചാ, ഇതാണ് അലീന, എൻ്റെ ചിന്നമ്മ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു മൈൻഡായി പോവുകയാണ് കേട്ടോ നമ്മുടെ ഔതക്കുട്ടിച്ചായന്. കാരണം 20-22 വർഷങ്ങൾക്ക് മുന്നേ തൻ്റെ മരിച്ചു പോയ ഭാര്യ, അവൾ എങ്ങനെയാണോ അത് തന്നെ, അവൾക്ക് ചട്ടയും മുണ്ടുമെങ്കിൽ അവൾക്ക് ചുരിദാർ, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രൂപത്തിലും നിറത്തിലും നടത്തയിലും ഒക്കെ ചിന്നമ്മയുടെ അതേ സാദൃശ്യം തന്നെ കേട്ടോ. ഔതക്കുട്ടിച്ചായന് ഒരു നിമിഷം അങ്ങ് അമ്പരന്ന് പോയി. ഈ അമ്പരപ്പ് സ്റ്റാൻലി മാറി ഇന്ന് കാണാൻ കേട്ടോ. അങ്ങനെ ഒടുവിൽ സ്റ്റാൻലിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ചിന്നമ്മയെ വീണ്ടും കാണുന്ന പോലെ, മരിച്ചൊരാൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന പോലെയുള്ള ഒരു ഫീലിങ്സാണ് ഔതക്കുട്ടിച്ചായന് തോന്നിയത്. അങ്ങനെ പുലി പോലെ വന്ന ഔതക്കുട്ടിച്ചായൻ അലീനയെ കണ്ട് എലിയായി മാറുകയാണ് കേട്ടോ. അങ്ങനെ അലീനയെ പെട്ടെന്ന് മോളേന്നും പറഞ്ഞ് ആക്കണം. അപ്പം സ്റ്റാൻലി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, ഇതാണ് എൻ്റെ അപ്പച്ചൻ, നിൻ്റെ അച്ചച്ചനാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അലീനയെ കണ്ട് പെട്ടെന്ന് ഇതിനെ ഔതക്കുട്ടിച്ചായൻ ഭയങ്കര ഇമോഷണലായി പോവുകയാണ്, ഭയങ്കര സെൻറ്റിയൊക്കെ ആയി. പിന്നെ അലീനയെ ചേർത്ത് പിടിക്കുന്നുണ്ട്, മോളേന്ന് പറയുന്നുണ്ട്. കാരണം പിന്നെ ഒന്നും പറയാൻ വാക്കുകളില്ല ഔതക്കുട്ടിച്ചായൻ്റെ. അങ്ങനെ ഔതക്കുട്ടിച്ചായനും നമ്മുടെ അലീനയെ ഒരുപാട് അങ്ങ് ഇഷ്ടമാവുകയാണ്. കാരണം എന്ന് വെച്ചാൽ കണ്ണ് നിറഞ്ഞു പോവുകയാണ്, തൻ്റെ ഭാര്യ, എൻ്റെ മക്കളുടെ അമ്മച്ചി എന്നുള്ള ആ ഒരു രീതിയിൽ. കാരണം അതേ പകർപ്പ്, ഇനി ഒരു ടെസ്റ്റും ചെയ്യേണ്ട, ഇതെൻ്റെ
സ്റ്റാൻലിയുടെ മകളാണെന്നുള്ളതിന് യാതൊരു തെളിവും ഇനി വേണ്ട. സ്വന്തം ശരീര രൂപം തന്നെ കണ്ട് മനസ്സിലാവും. ഇനി എന്ത് ടെസ്റ്റാണ് വേണ്ട? അങ്ങനെ ഔദിക്കുട്ടി ചായനെ നമ്മുടെ അലീന കയ്യിലെടുത്തു കഴിഞ്ഞു. അലീനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അലീന ഔദിക്കുട്ടി ചായനെ ഇപ്പോൾ അടയും ചക്കരയായിട്ടോ. അങ്ങനെ സ്റ്റാൻലിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ജീപ്പിൽ നമ്മൾ സ്റ്റാൻലിയും ഔദിക്കുട്ടി ചായനും അലീനയും കുട്ടിയൊക്കെ പുറത്തോട്ടൊക്കെ പോകണം. നല്ല അടിപൊളി സീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടിപൊളി സീനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മനു അലീനയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാൻലിയും അലീനയും തമ്മിൽ കുറച്ച് പേഴ്സണലി കുറച്ച് സംസാരിച്ച് അവർ തമ്മിലൊരു ടൈപ്പ്, അതായത് ആ മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ ആ പപ്പയുടെയും മോളുടെയും ആ ഒരു സ്നേഹം അവർ പുറത്തു വരികയും അലീനയോട് കുറച്ചും കൂടെ കൂടുതലായിട്ട് സ്റ്റാൻലി ഇടപഴകാനൊക്കെയുള്ള ആ ഒരു രീതിയും ഒക്കെ ആയിട്ട് വരണം. അതായത് മനസ്സുകൊണ്ട് അലീനെ അംഗീകരിച്ച് സ്നേഹിക്കണം. അതുപോലെ തന്നെ അലീനയും ഒരു പട്ടാള ചിട്ടക്കാരനാണ് എന്നുള്ള ആ ഒരു രീതിയൊക്കെ മാറി മൊത്തത്തിലൊരു മാറ്റം മൊത്തത്തിൽ പപ്പയ്ക്കും മോക്കും വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഔദക്കുട്ടിച്ചായൻ്റെ വരക്കും. അങ്ങനെ 3 പേരും കൂടെ അടിപൊളിയായിട്ട് ജീപ്പിലൊക്കെ കുറേ ഔട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോയി നല്ല അടിച്ച് പൊളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മനു വിളിച്ചപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ 100 നാവോടെയാണ് നമ്മുടെ അലീന മനുവിനോട് പറയണത്. ഓ, നീ പിന്നെ വളച്ചെടുക്കാൻ പണ്ടേ മിടിക്കുകയാണല്ലോ, ആരെയും കയ്യിലെടുക്കാൻ, സ്വന്തം അമ്മ വൈജയന്തിനെ ഒഴികെ ബാക്കി എല്ലാവരും നീ കയ്യിലെടുക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അങ്ങനെ അലീന വിശേഷങ്ങളൊക്കെ മനുവിനോട് പറയാനുണ്ട്. അങ്ങനെ അലീനയുടെ നല്ല നല്ല കുറേ നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ ഇനി വരുന്ന എപ്പിസോഡുകളിൽ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വൈജയും അതുപോലെ കൃഷ്ണമോളും ബബിതയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യത്തിനും ഓരോ ചിട്ടകൾ വരണം. അതായത് ഇവർ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കൃഷ്ണമോളും ബബിതയും കിച്ചണിലൊക്കെ കയറുന്നതാണ്. അപ്പോൾ അതൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് വൈജയന്തി കാല് വയ്യെങ്കിലും രാവിലെ എഴുന്നേറ്റ് പോയി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ, അതായത് അടുക്കള സാമ്രാജ്യം നമ്മുടെ വൈജയന്തി അങ്ങ് ഏക്കുകയാണ്. അപ്പോൾ ഇവർക്ക് കയറാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ക്ലീനൊക്കെ ചെയ്യാനായിട്ട് പോകുമ്പോഴും അതൊക്കെ ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിയിൽ എല്ലാം വൈജയന്തി. ഇത്രയും നാളും ഒരു അമ്മ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ വൈജയന്തി തൻ്റെ മക്കൾക്കായിട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. അമ്മയുടെ ആ സ്നേഹം ഒന്നും സത്യം പറഞ്ഞാൽ രോഹിത്തോ ബബിതയോ കൃഷ്ണമോളോ ഒന്നും അനുഭവിച്ചിട്ടുമില്ല. അപ്പം അലീനയുടെ ആ ഒരു രീതി മാറ്റി സ്വന്തം അമ്മയുടെ ആ ഒരു സാന്നിധ്യം വരുത്താൻ വേണ്ടിയിട്ട് വൈജയന്തി നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ അലീനയോടുകൂടെ വൈജയന്തി കാണിക്കുന്ന ആ ദേഷ്യം മൊത്തം കൃഷ്ണമോളും ബബിതയും തിരിച്ച് വൈജയന്തിയോട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡിൽ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഒപ്പം വൈകിട്ട് 6 മണിക്ക് തന്നെ നമ്മുടെ സാന്ത്വനം 2 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണുക. പിന്നെ തിങ്കളാഴ്ച ഇന്നലെ ഞാൻ നമ്മുടെ പവിത്രം സീസൺ 2ൻ്റെ ഒരു പ്രൊമോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. മുത്തുമണി സേ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.